സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരു പ്രധാന വിവരം പങ്കുവയ്ക്കാനാണ്. ഒരു പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരം പങ്കുവയ്ക്കാനാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപക്ഷെ ഈ വിവരം നിങ്ങൾക്കും ഈ കെണിയിൽ വീഴാതെ രക്ഷപ്പെടുവാൻ സഹായിച്ചേക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 5 മണിക്ക് എനിക്കൊരു കോൾ വന്നു. ആ കോൾ ആ കോളിൽ വന്ന് ഞാൻ പറഞ്ഞത് പുള്ളി ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു എക്സിക്യൂട്ടീവാണ് എന്നാണ്. 2014 ഞാൻ അവരുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നെന്നും 10 വർഷത്തേക്കുള്ള പോളിസി പ്രതിവർഷം 50,000 രൂപ പ്രീമിയമുള്ള ഒരു പോളിസി എടുത്തിരുന്നെന്നും 2014-ലും 2015-ലും ഞാൻ 50,000 രൂപ വീതം അടച്ചിരുന്നെന്നും അതിനുശേഷം പിന്നെ ഞാൻ ഈ പോളിസിയിൽ പൈസ ഒന്നും അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്ക് 2 ഓപ്ഷൻ തന്നു. ഒന്നുകിൽ എനിക്ക് ആ പോളിസി കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പോളിസി ക്യാൻസൽ ചെയ്ത് പൈസ തിരിച്ചെടുക്കാം. ഈ പോളിസിയിൽ എനിക്ക് 1,79,211 രൂപ ബാലൻസ് ഉണ്ട്, അത് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നില്ല, തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ബൾബ് കത്തി. കാരണം 50,000 രൂപ 2 തവണയായി അടച്ചത്, അതായത് 1,00,000 രൂപ അടച്ചിട്ട് ആ പോളിസിയെക്കുറിച്ച് മറന്നു പോകാൻ തക്കവണ്ണമുള്ള ഒരു ധനികനൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പോളിസി എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പായിരുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം, ഈ പഠിച്ച കള്ളന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാം എന്ന് കരുതി ഞാൻ സംഭാഷണം ദീർഘിപ്പിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പോളിസി ക്യാൻസൽ ചെയ്ത് എനിക്ക് ആ പൈസ ഇനി തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ട്രിക്ക് എടുത്തത്. ഈ പോളിസിക്ക് ഒരു നിബന്ധനയുണ്ട്, 3 തവണയെങ്കിലും മിനിമം പ്രീമിയം അടച്ചിരിക്കണം. അതായത് ഇനി ഒരു 50,000 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അടച്ച തുക എനിക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്, എന്നാൽ ശരി അതടയ്ക്കാം എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ട് മാനേജറാണ്, ഞാൻ ഫണ്ട് മാനേജറിന് ട്രാൻസ്ഫർ ചെയ്യാം, അപ്പോൾ ആ ഫണ്ട് മാനേജർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഇത്രയായപ്പോൾ ഞാൻ കോളൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് കരുതി. ആദ്യമേ തൊട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഫണ്ട് മാനേജറുടെ സംഭാഷണം തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. അതും കൂടെ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ ഫണ്ട് മാനേജർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. Hello. Good evening, sir. Your line transferred to the administrative tax policy. Which I have a senior fund manager speaking with. Okay. Tell me, sir, what you want to do in the tax policy? Want to continue? Want to withdraw? No, I will withdraw. അതെ, ഞാൻ അവരുടെ അടുത്തും ഞാൻ വിഡ്രോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. You want to withdraw? Yes. By paying your 3rd year premium today, right? Tell me what should I do? So executive explained to me it's an everything that you have to complete locking period. You have to pay 3rd year premium today, right? Today itself I have to pay? He told you that today is the last date. You have to complete today your procedure. No. Today I don't have the money. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു അധികാര സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ ഒരു ടെക്നിക്കാണ്. നമ്മളെ സൈക്കോളജിക്കലി ഒരു പ്രഷർ ഇടുക, ഇന്ന് തന്നെ അടയ്ക്കണം. അപ്പോൾ ഇന്ന് അടയ്ക്കണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ ടോൺ മാറി, ഒരു അധികാരത്തിൻ്റെ സ്വരവും ഒരു ദേഷ്യവും വന്നു. ഇതൊക്കെ ഇവരുടെ ടെക്നിക്കുകളാണ്, ഇരകളെ വരട്ടാനുള്ള ഓരോ ടെക്നിക്കുകളാണ്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഇന്ന് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. നീ കേട്ടു നോക്കൂ. Why is it today last date? Because several times complaint related you regarding this policy refund, but you are not responding to the company. Which idea did you? അതായത് അവർ എനിക്ക് ഒരുപാട് റിമൈൻഡേഴ്സ് അയച്ചെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് റിമൈൻഡർ അയച്ചത്, ഇമെയിലായിരുന്നോ അതോ വേറെ എന്തെങ്കിലും പരിപാടിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇമെയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചു. അവരെൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ID പറഞ്ഞു ഇതിലാണ് അയച്ചിരിക്കുന്നതെന്ന്.
അത് തന്നെ ഒരു തട്ടിപ്പിൻ്റെ ലക്ഷണമാണ്. കാരണം ഞാൻ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ പേഴ്സണലായിട്ടുള്ള ബാങ്കിൻ്റെയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം എൻ്റെ പേഴ്സണൽ ഐ ഡിയിലാണ്. അപ്പോൾ തന്നെ ഈ വളരെ ക്ലിയറാണ്, ഇതൊരു സ്കാമാണ് എന്നുള്ളത് വളരെ ക്ലിയറായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംഭാഷണങ്ങളൊക്കെ നടത്തി. ഇനിയും കേട്ടു നോക്കൂ. Sir, right now you will pay in your policy third year premium when your policy services will be activated. Right now you are not able to pay your third year premium, but first of all you need to reactivate the policy services by document verification, then only you will be able to pay your third year premium. Okay. Online you will pay in Bharti Axa company on your policy set, your name will be shown there in the portal of Bharti Axa company, you will pay your third year premium, sir. പുള്ളിക്കാരി പറയുന്നത് ഇന്ന് എനിക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞല്ലോ, അപ്പം എന്തായാലും ഇന്ന് പേ ചെയ്യാൻ പറ്റില്ല, ആദ്യം പോളിസി റീആക്ടിവേറ്റ് ചെയ്യണം, അതിന് കുറച്ച് ഡോക്യുമെൻറ്റേഷനൊക്കെ വേണം എന്നാണ് പറഞ്ഞത്. ശരി, എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇനി എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കാം. Yeah, there is a step-by-step procedure you need to follow, sir. I am Ankita as a senior fund manager. I will guide you, sir. And this is not a one-day procedure, sir. This is a 45-day procedure. In these 45 days, your so many formalities are there. I have to complete those formalities with the coordination. Okay, you need to coordinate with me for completing those formalities, sir. Okay, and then within 7 working days, your previous policy bond paper will come to your home address, sir. അതായത് ഇത് ഒരു ദിവസത്തെ ഒന്നും പരിപാടിയല്ല, ഒരു 10-45 ദിവസത്തെ പരിപാടിയാണ്. അവർക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ചെയ്യണം, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-45 ദിവസം എന്നെ ഇങ്ങനെ പിഴിയാനുള്ള പരിപാടിയാണെന്നുള്ളത് വ്യക്തമായല്ലോ. അപ്പോൾ ശരി, നമുക്ക് കേൾക്കാം. ഇനി എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാം. Your fund transfer letter will come to you. Your policy bond paper will come to you. But for that you need to coordinate with me. Today you need to revise your policy. Okay. How should I revise? First of all, sir, your documents are required in the company for submit. What are the documents? Please note down. Yeah. Procedure is clear, sir. How much you need to pay? What amount you will receive after paying third year premium? Yeah. And it's clear now that policy number is blocked by the IRDA. It is clear, sir. Your policy number is blocked by the IRDA. After revising your policy today, within 7 working days, your previous policy number, policy bond paper will come again to your home address, sir. Today is not possible to send your policy number, sir. It's clear, sir? ഇത്ര ആധികാരികമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടത്തുള്ളൂ. പുതിയ പോളിസി റീആക്ടിവേറ്റ് ചെയ്ത് IRDA എൻ്റെ പോളിസി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 7 ദിവസത്തേക്ക് എന്തായാലും നമ്മളൊന്നും അന്വേഷിക്കത്തില്ല. ടെക്നിക്ക് കൊള്ളാം, ട്രിക്ക് കൊള്ളാം. Okay. It's clear, sir? Yeah. Any confusion regarding policy number, any confusion, please ask me. Okay, no confusion. You tell me. Okay, so what are the documents required you need to submit? Please note down. Okay. First, your Aadhaar card for your address proof, sir. Mm-hmm. Your PAN card picture. Mm-hmm. One your passport size photo. Mm-hmm. And one your cancel check required in which account you want this total amount refund. Okay. 4 documents. Okay? Yeah. അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ നമ്മൾ അയച്ചു കൊടുക്കുക. ആധാർ കാർഡ്, പാൻ കാർഡിൻ്റെ കോപ്പി, നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഒരു ക്യാൻസൽഡ് ചെക്ക്. ആനന്ദലത്തേക്ക് ഇനി എന്ത് വേണം? പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എങ്കിലും ഇനി പോരട്ടെ, നമുക്കിട്ട് പണി തരാം. കൊള്ളാം, വേല കയ്യിലിരിക്കത്തേ ഉള്ളൂ. Actually, I have to verify. I don't remember paying for this AXA, Bharti AXA, because it's a big amount for me. So if I had paid, I should have remembered it. But I don't have any remembrance of But so I have to verify I have to verify my reports whether I have actually paid for your insurance, because I have never come across that. Just verify, because today is the last date. We cannot extend your file for one more day also. Today is the last date. Today you have to complete. അതാണ് കാര്യം. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് സമയം പോലും തരുന്നില്ല അവർ വെരിഫൈ ചെയ്യാൻ.
Okay. No, let me verify that because I don't remember paying any amount for AXA or the AXA. Because nobody has. Where you will verify, sir? Where? Yeah, I have my own account report. No, I may have my own account. He will verify Because and it tell might me. be possible you paid the premium to the agent by cash or you paid the premium to your online. I don't know. See, first of all, here, I am not a rich man. 50,000 is a big amount for me. So if I had paid 50,000 for 2 years, definitely I would have remembered. So, ഞാൻ അംബാനിയൊന്നുമല്ല. 50,000 രൂപ വർഷം ഒരു പോളിസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മെമ്മറി തന്നെ ഉണ്ടാവും. അത് പക്ഷേ മനസ്സിലായില്ലേ? so I am very clear that I have not taken your policy. You are right, sir. Yeah. Then why are you calling me? I haven't taken any policy. Please check. Yeah, I'm You very taken clear. this policy. You taken this policy. No, I haven't. Can you WhatsApp me the copy of the policy? അതാണ് കാര്യം. Do one thing, sir. Just check your accounts and all. Then contact to me, okay? No, I'm very clear because this is a big amount for 1 lakh rupees. If you are clear, then അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ക്ലിയർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ടോണൊക്കെ മാറി. എന്താ ചോദിക്കുന്നതെന്ന് കേട്ടു. contact to me, okay? No, I'm very clear because this is a big amount for 1 lakh rupees. If you are clear, then why you are talking to me? എന്തിനാണ് അവൻ എന്നെ വിളിക്കുന്നത്? എൻ്റെ Because I സമയം don't കളയുന്നത്. understand what kind of scam you are trying to play on me. Because now it is all scammers. All people, calling me are Okay, scammers. thank you. Yeah. ഇത്ര പറഞ്ഞ് സംഭവം കോളം കട്ട് ചെയ്ത് പോയി. അങ്ങനെ ആ ഒരു സ്കാമിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിനോടൊപ്പം ഞാൻ വേറൊരു ന്യൂസും കൂടെ കാണിക്കാം. ഇന്ന് വായിച്ചതേ ഉള്ളൂ. തലസ്ഥാനത്തെ ഓൺലൈൻ തട്ടിപ്പ് 6 മാസത്തിൽ നഷ്ടപ്പെട്ടത് 35 കോടി. ഇന്നത്തെ മാതൃഭൂമി ന്യൂസ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റ വർഷം, ഈ വർഷം തുടങ്ങി ഈ ജൂലൈ വരെ ആയപ്പോഴത്തേക്ക് തന്നെ ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് 35 കോടി രൂപയാണ്. ഇത് റിപ്പോർട്ടഡ് എമൗണ്ടാണ്. റിപ്പോർട്ട് ചെയ്യാതെ ഇതിനും കൂടുതൽ പോയി കാണും. കേരളത്തിൽ കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഉള്ള സ്കാമേഴ്സ് ഈ പഠിച്ച കള്ളന്മാരും കള്ളികളും പഠിച്ച കള്ളന്മാരാണ്. കാരണം അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നിട്ടും മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ കള്ളത്തരത്തിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കൂട്ടർ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇവർ നമ്മൾ സാധാരണ മോഷ്ടാക്കളെ കാട്ടി നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇവർക്ക് 5 പൈസ പോലും നമ്മളെ കയ്യിൽ നിന്ന് പോകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഇതൊരു പുതിയ സ്കാമാണ്. പലരെയും ഇനിയും ഇവർ വിളിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ പൈസ അങ്ങനെ ആരും അടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും നമസ്കാരം.